ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഒരു മോർണിംഗ് റൂട്ടീനും അതേപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കമൻറ്റും കൂടെ ഇതിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിതിൽ സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലഞ്ച് റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സുറുമിയുടെ മദ്രസയിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് റമദാൻ്റെ ആ ഒരു ടൈമിൽ വെക്കേഷൻ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഈ ഒരു ശനിയാഴ്ച മദ്രസ വീണ്ടും ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 7 മണിക്കാണ്ടവർക്ക് മദ്രസയിലേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ സുറുമി രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇക്കാക്ക അവളെ കൊണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഭക്ഷണമൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വരുന്ന ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് പാൽ മാത്രം കുടിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ വേഗം ആ ഒരു സിറ്റ് ഔട്ട് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് അവർ പോയതിൻ്റെ പുറകെ തന്നെ ഞാനൊന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് ഓടിച്ചിട്ടിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് നല്ല ക്ലീൻ ആയിട്ട് കിടന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ടെൻഷൻ ആവേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് സിറ്റ് ഔട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ക്ലീൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അധികം പൊടിയും അഴുക്കും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയിട്ട് ഒന്ന് ഓടിച്ചിട്ട് പെട്ടെന്നൊന്ന് മോപ്പ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ചവിട്ടിയും മാറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഏരിയ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സിറ്റ് ഔട്ട് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമ്മൾ എന്തായാലും മാവ് അരച്ച് വെക്കുമല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലിയാക്കും, പിറ്റേ ദിവസം ദോശയോ അല്ലെങ്കിൽ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു മാവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്ററും അതേപോലെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 കഷ്ണം ചെറിയുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ പച്ചമുളകല്ല കേട്ടോ, ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് മുഴുവനായിട്ടുള്ളത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഞാനിതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ചട്ടി വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ അരച്ച് വെച്ചുള്ള തേങ്ങയും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനിവിടെ ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അധികം തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ ആവണമെന്നില്ല. നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും പണികൾ ചെയ്യുന്ന ഒരു റുട്ടീനൊന്നും എന്നും ഒരേപോലെ ആവണമെന്നില്ല കേട്ടോ. അത് ഓരോ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഇതേപോലെ ആവില്ല. അതേപോലെ നമ്മുടെ റമദാൻ്റെ ടൈമിൽ വേറെ ടൈപ്പിലായിരിക്കും നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ എല്ലാം നമ്മുടെ ഓരോ റുട്ടീനൊക്കെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ വേറെ തിരക്കുകളൊന്നുമില്ല. ഐഷ വെക്കേഷൻ ക്ലാസ്സിന് പോയി ഞാനും ഇക്കാക്കയും സുറുമിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പിന്നെ അധികം തിരക്കും ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി മാവിലേക്ക് കുറച്ച് ഇഡ്ഡലി മാവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശക്ക് ആക്കുമ്പോൾ കുറച്ച് ലൂസാക്കാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത്തിരി ക്രിസ്പി ആയിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. അതാണ് കുറച്ചും കൂടി ഇഷ്ടം.
അപ്പോൾ ദോശ ചുട്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ച് പിന്നെ ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായില്ല കേട്ടോ. മീനും വെജിറ്റബിൾസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിന് വെച്ച വെള്ളം ഞാൻ മാറ്റിയിട്ട് അതാ ചായക്ക് വേണ്ടിയിട്ടുള്ള കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് കറിയില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിതിൽ കാണിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക, നല്ല ടേസ്റ്റുമാണേ. അപ്പോൾ ഇതാ അപ്പോഴത്തേക്കും സുറുമിയൊക്കെ മദ്രസ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ടൻ ചായയും ഒക്കെ തിളപ്പിച്ച് ഇക്കാക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുറുമിക്ക് ഇതാ ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൊട്ടറ്റോൻ്റെ മസാല ഫ്രിഡ്ജിൽ തലേ ദിവസത്തെ ബാക്കി ഇരുന്നതാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്ക് ബാജിക്കറി ഉണ്ടാക്കൂലേ, ഉരുളക്കിഴങ്ങിൻ്റെ കറി ഉണ്ടാക്കൂലേ ഇത്തിരി തിക്കായിട്ട്, അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പൊട്ടറ്റോൻ്റെ ഗ്രേവിയും കൂടെ ഞാൻ ദോശയുടെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് മസാല ദോശ പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഐറാക്കും ഇഷ്ടമുള്ളത്, ഇക്കാക്കും ആ മസാല വെക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അത് വെച്ചില്ല. ഞാൻ കഴിക്കുന്നതിൽ ആ ഒരു മസാലയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ദോശ ചുട്ടെടുത്തത്. പിന്നെ ആയി വരുന്ന ഒരു പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കിച്ചണൊക്കെ എന്നിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കിച്ചണൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് കിടന്നോളും. പിന്നെ ബാക്കിയുള്ള ആ ഒരു ലഞ്ചിൻ്റെ ആ ഒരു ടൈമിലാണ് ഞാൻ ചോറൊക്കെ ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ടൊമാറ്റോ റൈസ് അതിൻ്റെ പേരിൽ വേറെ നമുക്ക് കറികളൊന്നും വേണ്ട. അപ്പോൾ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ഗ്യാസ് സ്റ്റവും എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ഇതേപോലെ ഒന്ന് ഒരു തുണി ഒന്ന് നനച്ചിട്ട് ജസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ ദിവസവും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കില്ല കേട്ടോ. അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാറുള്ളൂ കേട്ടോ ഞാനങ്ങനെ. പിന്നെ ബെഡൊക്കെ ഡെയിലി നമ്മൾ എന്നും തട്ടിക്കൊട്ടി വിരിച്ച് നല്ല നീറ്റായിട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്കങ്ങനെ ബെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് കേട്ടോ. നമുക്ക് റൂമിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരിക്കുള്ളൂ നമുക്ക് നല്ല നീറ്റായിട്ട് കിടക്കുമ്പോൾ തന്നെ. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു ഹാളിൽ വെച്ചിട്ടുള്ള ആ ഒരു ടീപ്പോയും അതേപോലെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നനച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ അടിച്ചുവാരി തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി. അപ്പോൾ ഞാനിതാ 1.5 കപ്പ് നമ്മുടെ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല ആ ഒരു ചെറിയ അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കുറച്ചധികം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള സവാള തക്കാളി ഒക്കെ ഞാനൊന്ന് തൊണ്ട് കളഞ്ഞ് ക്ലീനാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക് ഇട്ടാ. സവാള ഞാൻ പിന്നെ തൈര് കച്ചമ്പറിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ എടുത്തിട്ടുള്ളതാണത്. അപ്പോൾ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള മതി നമുക്ക് ഈ ഒരു റൈസിന്. അപ്പോൾ ഇതേപോലെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ സവാള ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് നന്നായിട്ട് കട്ടി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ഒരു 7 തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 7 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. 5 എണ്ണമൊക്കെ മതിയാകും. പിന്നെ ഇതാ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടൊമാറ്റോ റൈസ് വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് പെരിഞ്ചീരകം, 2 ഏലക്ക, അതേപോലെ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ചെറിയ പീസ് പട്ട, കുറച്ച് കുരുമുളക് കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു വെളുത്തുള്ളിയും പച്ചമുളകും
പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കുക. സവാളയൊക്കെ ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം. നന്നായിട്ട് കളറൊക്കെ മാറി ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വാടി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ ഓൾ സ്പൈസസ് ചേർത്ത ടൈമിൽ ഒരു ചെറിയ പീസ് ബേ ലീഫും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളിയും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി തക്കാളിയിലുള്ളൊരു വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഓയിലൊക്കെ ആ ഒരു മുകളിലേക്ക് തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതേപോലെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക. ഈ ഒരു പൊടികളുടെയൊക്കെ മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് മാറി വരണോട്ട് നന്നായിട്ട് അങ്ങനെ പൊടികളുടെ മണമൊക്കെ മാറി വന്നാൽ പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ആ ഒരു അരി നന്നായിട്ട് കഴുകി ഞാനൊന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാല എല്ലാം നന്നായിട്ട് ആ ഒരു റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതിട്ട് ഇതിൽ എപ്പോഴും ചൂടുവെള്ളം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് മൂടിയിട്ടിട്ട് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം കുക്കറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് റൈസ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടൊമാറ്റോ റൈസാണ്. ഇതിന് നമുക്ക് സൈഡായിട്ട് സാലഡ്, അച്ചാർ ഒക്കെ അങ്ങനെയുള്ളതൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറികളില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.